വെളിച്ചത്തിലേക്ക് നയിക്കാൻ വന്നവരാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും വെളിച്ചത്തിന്റെ മാർഗത്തിൽ നമുക്ക് ഏറെ ദൂരം സഞ്ചരിക്കാം, ഇരുട്ടിൽ നിന്ന് അകന്നു നിൽക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മുജാഹിദ് കാരണം അങ്ങനെ തോന്നുന്നുള്ളതാണ് ആ ഒരു സംസാരമാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിമി നേതാക്കന്മാരാണ് പോപ്പുലർ ഫ്രണ്ടിനെ നയിക്കുന്നത്, SDP നയിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, മുമ്പ് സിമിയിൽ പ്രവർത്തിച്ച ആളുകളുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ലീഗിലില്ലേ ET മുഹമ്മദ് ബഷീർ, അബ്ദുസമദ് സമദാനി ആരാണ്? KT ജലീൽ ആരാ? KT ജലീൽ ഇപ്പം CPM ഇപ്പം അത് വേറെ കാര്യം. പക്ഷെ അവർ പിന്നെ ETയും സമദാനിയും മുമ്പ് സിമി പ്രവർത്തിച്ച ആളുകളല്ലേ. അതുകൊണ്ട് നിങ്ങൾ അത് പറഞ്ഞ് ഇത് ഇതാക്കല്ല. പിന്നെ പറഞ്ഞത് പുന്നാട് നടന്ന കലാപം. ഞാനൊന്ന് ചോദിച്ചോട്ടെ നാസിം സാഹിബ്, പുന്നാട് എന്താ ആദ്യം നടന്നത്? പുന്നാട് മുഹമ്മദ് സാഹിബിനെ ഒരു കാരണവുമില്ലാതെ സുബൈ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ വെട്ടിക്കൊന്നതല്ലേ? എന്തെങ്കിലും ഒരു കാരണം അവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ട് അതിന് ഒരു ചെറിയൊരു വില പോലും കൊടുക്കാതെ നിങ്ങൾ അവിടെ അശ്വിനി കുമാർ കൊല്ലപ്പെട്ട് വലിയ ഗീർവാണം വഹിക്കുന്നത് എന്തിന്റെ പേരിൽ? അശ്വിനി കുമാർ ആരാണ്? അശ്വിനി കുമാർ RSSന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി. ആ കേസിൽ 1ാം പ്രതിയാണ് അല്ലേ? അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസിലെ പ്രതി കൊല്ലപ്പെടുന്നത്. കേരളത്തിൽ ഒരുപാട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അതുപോലെയല്ല നിങ്ങൾക്ക് എന്തായിട്ട് RSSകാരൻ കൊല്ലപ്പെടും ഇത്ര വേദന എന്തിനാ? അതേപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റാ. അയാൾ പോയി എവിടെ പോയി? പുന്നാട് അശ്വിനികുമാറിന്റെ വീട്ടിൽ പോയി അവന്റെ അച്ഛനും അമ്മനോട് പറഞ്ഞു ഞാനുണ്ട് നിങ്ങളുടെ. അതേപോലെയുള്ളൊരു ബാപ്പയും ഉമ്മയും മുഹമ്മദ് സാഹിബിന് പുന്നാട് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ അവിടെ പോയില്ല? നിങ്ങളൊരു കാര്യം, നിങ്ങൾ ശരിയായ RSSന്റെ മുസ്ലിം സമുദായത്തിന് RSSകാർക്ക് ഒറ്റിക്കൊടുക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ മലബാറിലെ 6 ജില്ലകളിലുള്ള മുസ്ലിം ലീഗ് എന്താ അവിടെ ഇന്ത്യ രാജ്യം നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് മലബാറിലൊക്കെ ശരിയാണ്, മലബാറിൽ നല്ല സുഖമാണ്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണോ? ഞങ്ങള് പിന്നെ സങ്കുചിത രാഷ്ട്രീയം ഞങ്ങൾ ഭയമിട്ട് കൊടുക്കുന്നത്. ഭയത്തിൽ നിന്ന് മോചനം വിശപ്പിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ഞങ്ങളാണ് ഭയമിട്ട് കൊടുക്കുന്നത്. ഇന്ത്യ ഗുജറാത്തിൽ NDFും പോപ്പുലർ ഫ്രണ്ടും ഉള്ളത് കൊണ്ടായിരുന്നു അവിടെ കലാപം നടന്നത്. അതുപോലെ തന്നെ മുമ്പ് നടന്ന കലാപങ്ങൾ ബീഹാറിലായാലും ഒറീസയിലായാലും എവിടെയൊക്കെ NDF ഉള്ളത് കൊണ്ടായിരുന്നോ? പിന്നെ വേറെ മറ്റേ തളിക്കുളത്തുള്ള ആള് പറഞ്ഞത് നമുക്ക് മറക്കാതിരിക്കാം. ബാബരി മസ്ജിദ് ഞങ്ങൾ മറക്കാതിരിക്കും. അത് ശരി തന്നെയാണ്. ബാബരി മസ്ജിദ് ഞങ്ങൾ പിറന്നു വീഴുന്ന ഓരോ കുട്ടിക്കും ഞങ്ങൾ ആ വാർത്ത കൈമാറിക്കൊണ്ടിരിക്കും. ഞങ്ങളത് മറക്കില്ല. അള്ളാഹുവിന്റെ ഭവനം അത് തകർത്തവരെ അത് തിരിച്ചു നിർമ്മിക്കുന്നത് വരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. അത് ഞങ്ങളുടെ ഒരു വ്യക്തമായ ഒരു അജണ്ട തന്നെയാണ്. പിന്നെ ലീഗിന്റെ സംഘാടനം തെറ്റാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് എന്താണ്? മുസ്ലിം ലീഗ് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി തന്നെയാണ്. 1990 മുമ്പ് വരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ രാജ്യത്തായാലും കേരളത്തിലായാലും ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ അതിനുശേഷം നിങ്ങൾ ചെയ്യുന്ന നിലപാടുകൾ മുസ്ലിം സമുദായത്തിന് അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ എന്ന് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അധികാരം നിങ്ങൾക്ക് നിർബന്ധമാണ്. എത്ര ആട്ടും തുമ്പ് സഹിച്ചു നിങ്ങൾ അതിൽ കടിച്ചു തോന്നുന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതാണ് നിങ്ങൾ ഇന്നും ചെയ്യുന്നത്. പിന്നെ NDFകാരൻ നടക്കുമ്പോ എത്ര പിന്നെ എന്താ പുതിയ ഡ്രസ്സും ബൂട്ടിട്ടും റോഡ് മക്കൂടി പോകുമ്പോൾ ബേക്കിൽ നിന്ന് ആരോ കൊല്ലാൻ വരുന്നു, ഭയപ്പെടുന്നു. ഞങ്ങൾക്കൊരാളെ വരാം. ഞങ്ങൾ എത്ര പേരാണ് ഞങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടായതിനു ശേഷം എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്? ഞങ്ങളാരും കൊല്ലാൻ വന്നിട്ടില്ല. പിന്നെ 4-5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ അതുപോലെയാണ് മുസ്ലിം ലീഗിന്റെ അവസ്ഥ. മുസ്ലിം ലീഗിന്റെ പിന്നെ 6 മാസം പിന്നെ ഷുക്കൂർ കൊല്ലപ്പെടുന്നുണ്ട്. 6 മാസം മുമ്പ് വന്ന പട്ടുവത്ത് അൻവർ കൊല്ലപ്പെട്ടത് മുസ്ലിം ലീഗുകാരൻ. അൻവറും ജസീറും ബൈക്കിൽ പോകുമ്പോൾ അവിടുന്ന് CPM വിട്ടിട്ട് ജസീർ ഓടി രക്ഷപ്പെടുക ചെയ്ത്. പക്ഷെ അന്ന് ജസീർ എന്ത് ചെയ്ത്? ഫോൺ ചെയ്തു അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനാ. ഇതാ അൻവർ വെട്ടേറ്റ് കിടക്കുന്ന റോഡിൽ എന്ത് ചെയ്യണം? ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്തത് അല്ലേ? ഒന്ന് അന്വേഷിച്ച് നോക്ക് നിങ്ങൾ കണ്ണൂര്. എന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം അവിടെ പോലീസ് വന്നിട്ടാണ് അവിടെ വീട്ടിൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അത് ശരിയല്ലേ? നിങ്ങളൊന്ന് അന്വേഷിക്ക്. എന്നിട്ട് അവിടെ നിന്ന് രക്തം വാർന്നാ മരിച്ചത് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെയാണ് ഷുക്കൂറിന്റെ അവസ്ഥ. ഷുക്കൂറിന് 2 മണിക്കൂർ തടഞ്ഞു വെച്ചിട്ട് അവിടെ പിന്നെ 15 കോള് ശുക്കൂർ ചെയ്തിട്ടുണ്ട് അല്ലെ? എല്ലാം പിന്നെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ നിങ്ങൾക്ക് ഒരു 5 ചെറുപ്പക്കാർ അവനെ രക്ഷിക്കാൻ വിടരുത് തന്നെ. 100-200ഓളം ആളുകളുടെ സ്ത്രീകളടക്കം ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ ക്രൂരമായി കൊല ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതോട്ടെ. നിങ്ങൾ 20 MLA അവന്റെ ഉമ്മ പറഞ്ഞ എന്താ? 20 MLA-മാരും 5 മന്ത്രിമാരുണ്ടായിട്ട് എന്റെ മോനെ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആ ഉമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്തായത്? ഇപ്പൊ ആ കേസ് എടോ ജയരാജ നിയമത്തിന്റെ വഴിയിൽ ഞങ്ങൾ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്നെ ഗവൺമെന്റ് വക്കീൽ എന്താ ചെയ്തത്? അവനെ സ്റ്റേ കിട്ടാൻ വേണ്ടിട്ട് ജയരാജനെയും
രാജേഷിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ അവിടെ ചെയ്തത്? നിങ്ങൾ മാറി നിന്നു, നിങ്ങൾ അതിനെ എതിർത്തില്ല, ഇപ്പൊ സ്റ്റേ ചെയ്തു. നിങ്ങൾ CBIക്ക് വിടണമെന്ന് പറഞ്ഞ് ശുക്കൂറിന്റെ ഉമ്മ തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും കയറി ഇറങ്ങി. നിങ്ങൾക്ക് ഇതുവരെ അത് വിടാൻ സാധിച്ചോ? നിങ്ങൾ ഫസലിന്റെ കാര്യം പറഞ്ഞു. ഫസലിന്റെ കാര്യം, ഫസലിന്റെ ഭാര്യ ഒറ്റക്ക് പോയതല്ല, ഫസലിന്റെ ഭാര്യ പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായത്താലാണ് കോടതിയിൽ പോയത്. ഞങ്ങൾ CBI അന്വേഷണം വാങ്ങിച്ചു, CBI അന്വേഷണം നടത്തി. കാരായി രാജനും കാരായി ചന്ദ്രസേനും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ക്രിമിനലുകളാ. അവർ ഇന്ന് എന്താ ചെയ്യുന്നത്? 1 വർഷമായി ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്നു. അത് ആരുടെ കൈവാ? അത് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ കൈവാ. ഞങ്ങൾ നടത്തിയ നിയമത്തിന്റെ വിജയം, നീതിയുടെ വിജയം. അല്ലാതെ നിങ്ങളെപ്പോലെ പണം വാങ്ങിയിട്ട് പിന്നെ തളിപ്പറമ്പിലുള്ള ശിഹാബ് തങ്ങൾ സ്മാരക ട്രസ്റ്റിന്റെ നടത്തുന്ന ആളുകൾ, ആ സ്മാരക ട്രസ്റ്റ് നിങ്ങൾ അടിച്ചു തകർത്തു അല്ലേ? അവരെന്താ ചെയ്ത്? ഈ ശുക്കൂറിനെ പോലും വിറ്റ് പണമാക്കി. ശുക്കൂറിനെ ഒരിക്കലും നിങ്ങൾ വിൽക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാരണം അത്ര വലിയൊരു കൊലപാതകമായിരുന്നു അവിടെ നടന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ അതുപോലും വിറ്റു. അതേ ഇപ്പം ഇനിയിപ്പോ 2 കേസുകളാണ് ഇപ്പം വിധി വരാനുള്ളത്. ഒന്ന് ശുക്കൂറും അൻവറും. ഇത് 2 പ്രതികളെ വെറുതെ വിടുക തന്നെ ചെയ്യും. നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യില്ല. നിങ്ങൾ കുറെ മുസ്ലിം സമുദായത്തിലെ കുറച്ച് പ്രമാണിമാർക്ക് വിലസണം, കുറച്ച് ആളാവണം. അല്ലാതെ നിങ്ങൾ ഇന്ത്യ രാജ്യം നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. നിങ്ങൾ പിന്നെ പാർലമെന്റിലെ ഈ അഹമ്മദ് സാഹിബ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ആയിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നത്. ഒരു തെറ്റും ചെയ്ത ഒരു വാക്ക് ഇതുവരെ മിണ്ടിയോ? മുമ്പ് പിന്നെ ഈ അഹമ്മദ് സാഹിബ് പിന്നെ ശിഹാബ് തങ്ങളെ വേദിയിലിരുത്തിക്കൊണ്ട് പിന്നെ ബഹ്റൈനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, എന്റെ മന്ത്രിസ്ഥാനം സോണിയാഗാന്ധിയുടെ മഹാമനസ്കത കൊണ്ട്, അല്ലാണ്ട് വേറെ ആരെയും കഴിവുകൊണ്ടല്ലാന്ന്. മുസ്ലിം ലീഗ് ജയിപ്പിച്ചു പോയത് കൊണ്ടാണ് അയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത്. പക്ഷെ അയാളും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ചർച്ചയിൽ ഇടപെടേണ്ട ഒരുപാട് എൻ്റെ നേതാക്കന്മാർ ഇതിനകത്തുണ്ട് എന്ന് ഉദ്ദേശിച്ചിട്ട് ഒരു ഭാഗത്തോട്ട് മാറി നിന്ന് നല്ല നിലയിൽ ആശയപരമായിട്ടുള്ള സംവാദം നടക്കട്ടെ, അതിലൂടെ സത്യങ്ങൾ തെളിയട്ടെ എന്ന രൂപത്തിലേക്കാണ് ഇവിടെയുള്ള നാസിമുത്തടക്കമുള്ള എൻ്റെ സഹപ്രവർത്തകരായ KMCCയുടെ പ്രവർത്തകർ പോലും വളരെ മാന്യമായി കൊണ്ട് ആരോഗ്യപരമായിട്ട് സിറാജി എന്ന പ്രതിപക്ഷത്തിരിക്കുന്ന NDF ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന വ്യക്തിയുമായിട്ട് NDFന്റെ ആശയത്തെയും മുസ്ലിം ലീഗിന്റെ ആശയത്തെയും പൊതുജന സമൂഹത്തിന് അവരെ കാണുന്ന കാഴ്ചപ്പാടുകളെ എല്ലാം കുറിച്ചിട്ട് പറയുന്നതിൽ നാസിമുത്തും പങ്കെടുത്തൊരു ചർച്ചയായിരുന്നു. പക്ഷേ എൻ്റെ പ്രിയ സുഹൃത്തിന് എന്തോ ഒരു വികാരം കയറി കൂടിയതിന്റെ പേരിൽ ചർച്ചയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ ഒരു വികാര പ്രകടനം ആണോ കാഴ്ചവെച്ചതെന്ന് തോന്നുന്നു. ഇതിൽ 2-3 സത്യങ്ങൾ നമ്മൾ ഇവിടെ അറിയിക്കേണ്ടതുണ്ട്. ഇരിട്ടി കൊലപാതകം, ഞാൻ ഇരിട്ടിക്കടുത്തുള്ള ഒരു ആളായതുകൊണ്ട് മാത്രം ആ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് അത് ഇടപെട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകും തന്റെ NDFന്റെ പ്രവർത്തകർക്ക്. ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബിനെ കൊന്നതും അദ്ദേഹത്തെ ആക്രമിച്ചതും തികച്ചും സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഈ ആക്രമണം എന്തിന്റെ പേരിലുണ്ടായി? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ആക്രമണം എന്തിനു വേണ്ടി ഉണ്ടായി, എന്തിന്റെ പേരിൽ ഉണ്ടായി എന്ന് എന്റെ NDFന്റെ ഏതെങ്കിലും പ്രവർത്തകർ ഒരു ഹിതപരിശോധനക്ക് തയ്യാറായിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിലെ മുഴുവൻ NDFന്റെ പ്രവർത്തകരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവിടെ മുഹമ്മദ് കൊലപ്പെടാനുണ്ടായ കാരണത്തിന് NDFന്റെ പ്രവർത്തകർ ഒരു കാരണം ആയിരുന്നു എന്ന് നിഷേധിക്കാൻ ചങ്കൂറ്റമുള്ള ഏതെങ്കിലും NDFകാരുണ്ടെങ്കിൽ അവിടെ വന്ന് അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഒരു വിഷയം അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, മുഹമ്മദ് ഖാൻ കൊല ചെയ്യപ്പെട്ടു. 8 മാസം കഴിഞ്ഞപ്പോൾ ഭഗവത്ഗീതത്തില് വളരെ ശക്തമായി കൊണ്ട് ക്ലാസ് എടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന RSS പ്രവർത്തകൻ അശ്വിനി കുമാർ കൊല ചെയ്യപ്പെട്ടു. 8 മാസത്തിന് ശേഷം എവിടെ വെച്ച് പുന്നാട്ടുകാരനായ അശ്വിനി കുമാറിനെ ഇരിട്ടിക്കടുത്ത് പയഞ്ചേരി പെട്രോൾ പമ്പിന്റെ അടുത്ത് വെച്ച് കൊല ചെയ്യപ്പെടുന്നു. ശരി തന്നെയാണ്. ആ കൊല അയാളെ കൊന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. പുന്നാട് എന്ന് പറയുന്ന പ്രദേശം കണ്ണൂർ ജില്ലയിലെ ശക്തമായി NDFന് വേരോട്ടമുള്ള, എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, മുസ്ലിം പെൺകുട്ടികളെ പോലും ഗായിക അഭ്യാസം പഠിപ്പിക്കാൻ കേരളത്തിൽ മുന്നോട്ട് വന്ന ഒരു പ്രദേശമാണ് പുന്നാടി എന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. ആ പ്രദേശത്ത് മുഹമ്മദ് സാഹിബിനെ കൊല ചെയ്യപ്പെട്ടപ്പോൾ, മുഹമ്മദ് സാഹിബിനെ കൊന്നപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന്
മറ്റുള്ള രൂപത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഞാൻ നാട്ടിലുണ്ട്. ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ശരി തന്നെയാണ്. അശ്വനി കുമാർ കൊല ചെയ്യപ്പെട്ടപ്പോൾ എന്റെ പൊന്നാര സിറാജെ, മീത്തല പുന്നാട് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. പുന്നാട്ടുകാർക്കറിയാം, അവരോട് ചോദിച്ചാൽ അറിയാം. മട്ടന്നൂരുകാർക്കറിയാം, ഇരട്ടിക്കാർക്കറിയാം. മീത്തല പുന്നാട് ദുർലഭമായ കുറച്ച് വീടുകളേ ഉള്ളൂ. നമ്മുടെ ആളുകൾക്ക് അവിടെയുള്ള 50ഓളം വീടുകൾ കൊള്ളയടിച്ചു, തകർക്കപ്പെട്ടു. നൂറുകണക്കിന് NTF-ന്റെ പ്രവർത്തകർ മുസ്ലിം സംരക്ഷകർ എന്ന് അവകാശപ്പെട്ട് സമുദായത്തിന്റെ സംരക്ഷണം NTF-ന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഭയത്തിൽ നിന്ന് മോചനം, പട്ടിണിയിൽ നിന്ന് മോചനം എന്ന് അവകാശപ്പെടുന്ന ഒരൊറ്റ NTF-ന്റെ വാൽമാക്രികളെയും പുന്നാട് സമൂഹത്തെയും സമുദായത്തെയും രക്ഷപ്പെടുത്താൻ, RSS-ന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു NTF-കാരൻ മുന്നോട്ട് വന്നിട്ടില്ലായിരുന്നു. ആ സമയത്ത് എരുത്തീരിൽ എണ്ണ ഒഴിക്കലല്ലടോ ഒരു മനുഷ്യ സ്നേഹിയുടെ ആവശ്യം. അവിടെ ചെന്നുകൊണ്ട് ആക്രമണ സ്വഭാവമുള്ളവരെ കണ്ടുകൊണ്ട് അത് എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തുക എന്ന ദൗത്യം ഏറ്റെടുക്കാൻ സാദിഖലി തങ്ങൾ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആഴ്ചകളോളം കലാപം നിൽക്കുമായിരുന്നു. ഇരിട്ടി പുന്നാട് പ്രദേശത്ത് അറിയോ ആരെ നിങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നോട്ടപ്പുള്ളിയാ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? വത്സൻ തില്ലങ്കേരിയും അശ്വനി കുമാറും ഇന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നോട്ടപ്പുള്ളികളാണ്. അവരിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊല്ലാൻ വേണ്ടി ചോദിക്കേണ്ടതുണ്ട്. NTF-കാരോട് ഇനിയും ചോദിക്കാനുണ്ട്. അശ്വനി കുമാറിന്റെ കൊലപാതകത്തിന് കൊട്ടേഷൻ ഏറ്റെടുത്തോ CPM-ൽ നിന്ന് എന്ന് സംശയിക്കേണ്ട ഗതികേടിലേക്ക് ഈ സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അശ്വനി കുമാർ അതിന് പ്രതിയാണ്. നമ്മുടെ മുഹമ്മദ് ഖാനെ കൊന്നതിൽ അശ്വനി കുമാർ പ്രതിയാണ്. അദ്ദേഹത്തിന്റെ മകൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ അവന്റെ മുഖമൂടി വലിച്ചു ഊരി നോക്കിയപ്പോൾ അത് അശ്വനിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോവുക. കണ്ണൂരുകാർ ഇവിടെയുണ്ട് കുറെ. സമുദായ സ്നേഹം പറഞ്ഞിട്ട് 50 വീട് തകർത്തപ്പോ ഒരുത്തൻ ആ ഭാഗത്ത് കണ്ടിട്ടില്ലായിരുന്നു. 50ഓളം വീട് അടിച്ചു തകർത്ത്. എന്നിട്ടോ കാണിച്ചത് വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പള്ളിയിലും അവിടെയുള്ള വീടുകൾ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പള്ളികളിൽ നിന്ന് പിരിവടത്തിക്കുക. ഈ പാവപ്പെട്ട കൗമ്യങ്ങൾ എടുത്തുനിന്ന് ഇവർക്ക് സംരക്ഷണം കൊടുക്കാൻ തന്നെ ഒരുത്തനെ ആ ഭാഗത്ത് കണ്ടിട്ടില്ല. ഇത് കൊന്നിട്ട് നേരെ വയനാട് വഴി പോയി എന്ന് പറഞ്ഞു. കുറെ ആൾ പറഞ്ഞു കൂട്ടുപുഴ വഴി അങ്ങോട്ട് പോയത്. ഇതല്ല അങ്ങനത്തെ ആശയം, അങ്ങനത്തെ നിങ്ങൾ തിരഞ്ഞെടുത്ത മാർഗമാണ് തെറ്റെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നുള്ളൂ. ഇവിടെ പറയുന്ന നാസിമുത്തും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ആശയം, ആ ആശയത്തിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങളെടുത്ത ആ മാർഗമാണ്, ആ മാർഗം തെറ്റ് തന്നെയാണ്. അസ്സലാമലൈക്കും. ഷെരീഫ് കയ്യോക്ക് ഞാനോ അവൻ പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇതിന് ഞാൻ ഷെരീഫിനോട് ചർച്ചയിൽ മയക്കെടുക്കുക ചർച്ച. ഞങ്ങളതിങ്ങനെ സുഖാക്കി ഇരുത്തി കുറച്ചേരം ഇരുത്തിയെന്നാണ്. അങ്ങനെ പെട്ടെന്ന് കയറിയിട്ട് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞാൽ വേണ്ടില്ലേ. പിന്നെ ഷാദിക്ക് മയക്കെടുക്കാണ്ട് നിന്നിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചങ്ങായി പോകണം. നമ്മളിങ്ങനെ ഒരു സുല്ലുപെട്ടി ഇങ്ങനെ ഇരുത്തി. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച ആളവിടെ നിർത്തിയിട്ട് എങ്ങനെയുള്ള ഇതിന്ന് മാറ്റണം. ഇങ്ങനെ ഈ ചില ആളുകളോട് ഇങ്ങനെ ഒന്നിക്ക് 2 ഉത്തരം പറയരുത്. ഒന്നിക്ക് അര പറയാൻ പാടുള്ളൂ. അര ജയിച്ചെന്നവർക്ക് തോന്നണം. ഇപ്പൊ എന്തായി? അല്ല ഞാൻ ആ ചങ്ങായി പോയി നീ അവൻ കേൾക്കുന്നു ചേച്ചി പറയണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞാണ്. അല്ല ചില മുമ്പ് റേഡിയോ തോന്നിട്ട് കേൾക്കണ്ടാവൂട്ടാ. ഞങ്ങൾ ഇപ്പൊ ഒരു ക്യാമ്സിന്റെ അടുത്തോണ്ട് അങ്ങനെ സൗകര്യമുണ്ട്. ഇത് കണ്ടിട്ടും കഴിഞ്ഞിട്ടില്ലേ റേഡിയോയിലിരുന്ന് കേൾക്കുന്നുണ്ടാവും ചിലപ്പോ. അതുകൊണ്ട് ഇജ്ജ് പറഞ്ഞാളാ, മറ്റുള്ളവർ കേൾക്കാലോ. എന്തായാലും ഞാനും പിരിയാണ്. എനിക്കെന്റെ സഹപ്രവർത്തകരോട് എപ്പോഴും പറയാനുള്ള കാര്യം അതാണ്. ഒറ്റയടിക്ക് നിങ്ങൾ മറ്റേ സൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം തുലക്കിയിട്ട് കുടിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കി കുടിക്കരുത്. കുറച്ചേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈക്ക് ഫ്രീ. ക്ഷമിക്കുക, റൌഫ് സാഹിബ് ക്ഷമിക്കുക. കാരണം എന്താ അറിയാം, ഈ ചർച്ചയിൽ ഞാൻ ഇടപെടൂല എന്ന് പറഞ്ഞിട്ട് മാറി. ഞാൻ അതിനാണ് ഇങ്ങനെ ഷാദിഖാനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെ തന്നെ ഏറ്റെടുത്തത്. എന്നിട്ട് റൌഫ് സാഹിബിനോട് ഞാൻ പറഞ്ഞിട്ട്, ഓവിനോടും പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, നല്ല നിലയിൽ കാര്യങ്ങൾ മേഖലയിലേക്ക് എത്തട്ടെ എന്നുള്ള നിലയിൽ കൊണ്ടുവരാൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ വികാരം പിടിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോവുക.
എന്തെങ്കിലും വന്നിട്ട് അതും ഒരു നല്ല നിലയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന റൂമിൽ വന്നിട്ട് നമ്മുടെ നേരം ഇങ്ങനെ തലേന്റെ മേലെ തലേ കയറി ഇരുന്നിട്ട് തൂറ എന്ന് പറയാൻ അനുവദിക്കാൻ പറ്റും? അത് സാഹചര്യം കൊണ്ട് എടുത്തു പോയത്, എടുക്കാൻ ആഗ്രഹമില്ല. ഓവി മാറിക്കുക. ഓവിനോട് ഞാൻ നേരത്തെ പറയുന്നത് മൈക്കിലേക്ക് മൈക്കിൽ അവസാനം ഓവിനോട് നിന്ന് അവസാനിപ്പിക്കാനേ ഞാനില്ലാന്ന് പറഞ്ഞു. പിന്നെ ഇരുട്ടിയിൽ അശ്വിനി കുമാർ മുഹമ്മദ് കൊലപാതകം, മുഹമ്മദിനെ ഓനറിയാം, ഞാനറിയും, അയാളെ മകനും ഞാനറിയും. മറ്റൊരു ബേക്കറി നടന്ന